Okay, first question. The adjustable set square which can be used for drawing parallel, vertical and inclined lines. Adjustable set square which can be used for drawing parallel, vertical and inclined lines. Okay, drawing in another question. Option A, T square, option B, clinograph, option C, divider, option D in the compass. Okay. You can answer poll here. Okay. Okay, I will score publish tension try the answer. 80% answer clinograph. Okay, option B, clinograph. Okay, correct answer. Just the purpose parallel, vertical and inclined lines. In this case, we use clinograph. T square. T square is missing a horizontal line. T square is horizontal lines. Okay? Ini divider divider namalokke ubhayikkunna adu thanne adayithu namukku endengilu oru scale or oru dimension namukku eduthu vera oru sthalatthekku maatano allengil just namukku aa oru comparison nadathanokke aayittu nammal divider ubhayikkunnathu transferring dimensions within the drawing sheet. Dimensions transfer dimensions fix transfer divider in compass arc circle compass function okay, repeat questions add okay, just comment next one. The instrument attached to the compass for drawing large sized circles. Okay, are you commenting? Okay. Large sized circles varakkanayitte ubhayikkuna instrument. Okay, polling in D on it. Tension question exam idea drawing materials and class questions include just compass large size circle lengthening bar. Okay, large sized circle radius when it is greater than 150 mm. 150 mm circles വരയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബാർ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത് ലെങ്തനിങ് ബാർ. അപ്പം ഇതിന്റെ കൂടെ നമുക്ക് ഓർക്കാൻ പറ്റും ഒരു കോമ്പസ് കൊണ്ട് വരയ്ക്കുന്നതിനേക്കാളും ചെറുതായിട്ടുള്ള ഒരു സർക്കിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടതെങ്കിൽ നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ഉപയോഗിക്കുക? ഓക്കെ, അവിടെയാണ് നിങ്ങൾ ഒരു രണ്ട് പേര് ഇതിനകത്ത് ആൻസർ ചെയ്തിരിക്കുന്ന ബോ കോമ്പസ് ആയിരുന്നു. അപ്പോൾ ഓർത്തോളാം, സ്മോൾ സർക്കിൾസ് ലെസ് ദാൻ 25 mm. Small circles less than 25 mm നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബോ കോമ്പസ്. ഓക്കെ, റെഡി. ഇനി അടുത്തതായിട്ട് സ്ട്രെയിറ്റ് ബാർ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ആ സ്ട്രെയിറ്റ് ലൈൻ കാര്യങ്ങളുള്ളൂ. ഇനി ഫ്രഞ്ച് കർവ് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇറഗുലർ കർവ്സ് വരയ്ക്കാനാണ് നമ്മൾ ഫ്രഞ്ച് കർവ് ഉപയോഗിക്കുന്നത്. ഇറഗുലർ കർവ്സ് വരയ്ക്കാനായിട്ടാണ് ഫ്രഞ്ച് കർവ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇതൊന്ന് തലയിലേക്ക് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ആവർത്തിച്ച് ഇതൊന്നും ഉരുവിട്ടാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി ഗ്രേഡ് ഓഫ് പെൻസിൽ ഫോർ ഡ്രോയിങ് സെക്ഷണൽ ലൈൻസ്, ഡയമെൻഷണൽ ലൈൻസ്, സെന്റർ ലൈൻസ് ആൻഡ് കൺസ്ട്രക്ഷൻ ലൈൻസ്. ഓക്കെ, ആൻസർ പറയാം.
സെക്ഷണൽ ലൈൻസ്, ഡയമെൻഷണൽ ലൈൻസ് ഇവയൊക്കെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിലിന്റെ ഗ്രേഡ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പോളിംഗ് വരുന്നില്ലേ? പോളിംഗ് തന്നെ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ, ചാറ്റായിട്ട് പറയണ്ട. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു കേട്ടോ. 2H ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ജസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രേഡും അത് വെച്ച് വരയ്ക്കുന്ന കുറച്ച് ലൈൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യത്തത് HB ഗ്രേഡ് പെൻസിൽ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ സ്കെച്ചിങ് പർപ്പസ് ആണ്. സ്കെച്ചിങ് പർപ്പസിനാണ് നമ്മൾ HB പെൻസിൽ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു 2H എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വക ലൈൻസ്, സെക്ഷണൽ ലൈൻസ്, ഡയമെൻഷണൽ ലൈൻസ്, സെന്റർ ലൈൻസ്, കൺസ്ട്രക്ഷൻ ലൈൻസ് ഒക്കെ നമുക്ക് അങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണാത്ത തരത്തിലുള്ള ലൈൻസ് ഒക്കെ വരയ്ക്കാനാണ് നമ്മൾ 2H ഉപയോഗിക്കുന്നത്. ഇനി B എന്ന് പറയുന്ന ഗ്രേഡ് ഓഫ് പെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഔട്ട്ലൈൻസ്, വിസിബിൾ ലൈൻസ്, ലെറ്ററിംഗ്, ആരോസ് എക്സെട്ര അങ്ങനെ നമുക്ക് കാണേണ്ട തരത്തിലുള്ള ലൈൻസ് ഒക്കെ നമ്മൾ വരയ്ക്കുന്നത് B ഗ്രേഡുള്ള പെൻസിൽ ഉപയോഗിച്ചിട്ടാണ്. ഇനി ഏറ്റവും അവസാനത്തെ നമ്മൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. B ഗ്രേഡ് അല്ല, ഞാൻ പറഞ്ഞേക്കുന്ന H ഗ്രേഡ് ആയിരുന്നു കേട്ടോ. അതായത് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് വരുന്ന ലൈൻസ് ഒക്കെ ഉപയോഗിക്കാൻ ഔട്ട്ലൈൻസ്, വിസിബിൾ ലൈൻസ്, ഡയമെൻഷനിങ്, പിന്നെ ലെറ്ററിങ്, ഇതിനൊക്കെയാണ് നമ്മൾ H ഗ്രേഡ് ഉപയോഗിക്കുന്നത്. B ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഷെയ്ഡിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. സിമ്പിൾ ആയിട്ട് നമ്മൾ H 2H ഓർത്താൽ മതി. നമ്മൾ ലൈൻസ് അത് കാണേണ്ടതും കാണണ്ടാത്തതും അതുകൊണ്ടാണ് വരയ്ക്കുന്നത്. പിന്നെ HB എന്ന് പറയുന്നത് സ്കെച്ചിങ്ങിനും B ഗ്രേഡ് എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ ഷെയ്ഡിങ് പർപ്പസിനും കൂടിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. The trimmed size of A1 drawing paper is trimmed size of A1 drawing paper. Okay. ജസ്റ്റ് നിങ്ങളൊന്ന് ആൻസർ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും തന്നെ ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്ത് ചെയ്യാം? ഓക്കെ, ജസ്റ്റ് നോക്കുക. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് A1 ഡ്രോയിങ് പേപ്പറിന്റെ ട്രിംഡ് സൈസ് ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇത് ഓർത്തിരിക്കാൻ നമുക്ക് എല്ലാത്തിന്റെയും സൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞുതരാം, അധികം സമയം നിർക്കൂല. ജസ്റ്റ് നോക്കുക. ഇപ്പൊ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് A4 പേപ്പറാണ്. ഇപ്പൊ നമ്മളൊരു വേർഡ് ഡോക്യുമെന്റ്സിന്റെ ഒക്കെ നമ്മൾ പേപ്പർ സൈസ് സെറ്റ് ചെയ്യാൻ നേരത്തെങ്കിലും നിങ്ങൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 210 × 297. ഈ വാല്യൂ ഒന്ന് ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോ സൈസും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പറയാം. ഇനി A3 എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള 297 അതേപോലെ തന്നെ വെക്കുക. ഈ 210ന്റെ ഇരട്ടി എടുക്കുക. 210ന്റെ ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്കും 420. ഓക്കെ, ഇനി അടുത്തത് A2 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ 420 അതേപോലെ തന്നെ കീപ്പ് ചെയ്തിട്ട് 297ന്റെ ഇരട്ടി. 297 എന്ന് പറയുമ്പോഴത്തേക്ക് 300ൽ നിന്ന് 3 കുറവ്. അതിന്റെ ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് 600ൽ നിന്ന് 6 കുറവ്. ദാറ്റ് വിൽ ബി 594. റെഡി അല്ലേ? റെഡി. ഇനി അടുത്തത് A1 എന്ന് പറയുന്നത് 594 ഇൻറ്റു എത്ര വരും? 420ന്റെ ഇരട്ടീൻ്റെ കൂടെ ഒരു ഇച്ചിരിയും കൂടെ കൂട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് 841 ആണ്. അപ്പൊ നമുക്ക് ചോദിച്ചേക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തത് ഏറ്റവും അവസാനമുള്ളത് A0 വേണം നമുക്ക് നോക്കാം. 841 ഇൻറ്റു 594ന്റെ ഇരട്ടി ആയിട്ട് നമുക്ക് വേണ്ടത് 1182. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ സൈസിൽ നിന്ന് വരിക. അപ്പം ജസ്റ്റ് ഇതിൽ നിന്ന് ഒന്ന് ഓർത്താൽ മതി. 420ന്റെ ഇരട്ടി ഇങ്ങനെ പോയി, ഇനി ഇവിടുന്ന് 841 വന്നു. അപ്പം ജസ്റ്റ് അതൊന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. ഓക്കെ, 1182 അല്ലേ? 1182 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. 89 ആണ് അല്ലേ? ഓക്കെ, 1189. റെഡി. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിന്റെ അറിയേണ്ടത് ഇതിനകത്ത് A0 എന്ന് പറയുന്നത് അതിന്റെ ഏരിയ ആയിട്ട് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്. ഇനി ഇതിന്ന് താഴേക്ക് പോകുമ്പോഴത്തേക്ക് അതിന്റെ ഏരിയ പകുതിയായിട്ട് വരും. ഇതെന്ന് പറയുന്നത് 0.5 മീറ്റർ സ്ക്വയർ, 0.25 മീറ്റർ സ്ക്വയർ, 0.125 മീറ്റർ സ്ക്വയർ, അങ്ങനെ പകുതിയായി വരും. പിന്നെ ഇതിന്റെ രണ്ട് സൈഡിന്റെയും ലെങ്ത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് √2:1 ആയിരിക്കും ഓൾവേസ്.
ഓക്കെ, √2:1. അപ്പം ഇത്രയും കാര്യങ്ങൾ, അതിന്റെ ഏരിയന്റെ ഒരു കാര്യം ചോദിക്കാം, അതിന്റെ കൂടെ തന്നെ സൈഡിന്റെ ഡയമെൻഷൻസിന്റെ റേഷ്യോ കൂടെ നമുക്കൊന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, റെഡി. അതായത് അതിന്റെ ലെങ്ത് ഇസ് ടു വിഡ്ത്ത്, ഈ റേഷ്യോ ആണ് √2:1. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തതായിട്ട്, ദിസ് സെക്ഷൻ ഫോംഡ് വെൻ ദി കട്ടിംഗ് പ്ലെയിൻ is inclined to the base of the cone and cut all generators of the cone. അതായത് നമ്മുടെ കട്ടിംഗ് പ്ലെയിന് ഈ കോണിന്റെ ബേസിനോട് ഇൻക്ലൈൻ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു സർഫസ്, എന്ത് സർഫസ് ആണ് അവിടെ ഫോം ചെയ്യാന്നാണ് നമ്മൾ ചോദ്യം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എലിപ്സ്, ഓപ്ഷൻ ബി സർക്കിൾ, ഓപ്ഷൻ സി പാരാബോള, ഓപ്ഷൻ ഡി ഹൈപ്പർബോള. ഓക്കെ, നിങ്ങളൊന്ന് ആൻസർ ചെയ്യുക. ഓക്കെ, കുറച്ച് പേരെ തിരിച്ചിട്ടുള്ളൂ, കുഴപ്പമില്ല. നമുക്ക് അതൊന്നുകൂടെ പറഞ്ഞുതരാം. ജസ്റ്റ് നോക്കുക. നമുക്കൊരു കോൺ, ഓക്കെ, ഈ കോണിനെ ഒരു ഇൻക്ലൈൻ ചെയ്താണ് സർഫസ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഫോം ചെയ്യുന്ന സർഫസ് എന്തായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇൻക്ലൈൻ ചെയ്താണ് നമ്മുടെ സർഫസ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്തിട്ടാണ് വരുന്നെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന സർഫസ് എന്ന് പറയുന്നത് ഒരു എലിപ്സ് ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഓർക്കേണ്ടത്, ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മുടെ പ്ലെയിൻ കട്ട് ചെയ്തതെങ്കിൽ ആ ഫോം ചെയ്യുന്നത് ഒരു സർക്കിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഈ ഒരു കോണിന്റെ ആക്സിസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഈ ഒരു ആക്സിസിലൂടെ, അതായത് ഈ ആക്സിസിനെ ക്രോസും ചെയ്യണം ഒരു ഒരു ജനറേറ്ററിന് പാസ്, അതായത് പാരലായിട്ടുമാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ വരുന്നതെങ്കിൽ, അതായത് ഇപ്പം ഈ ഒരു ജനറേറ്ററിന് പാരലായിട്ടാണ് നമ്മുടെ കട്ടിംഗ് സർഫേസ് വരുന്നതെങ്കിൽ ഈ രീതിയിൽ അതിന് ആക്സിസിനെയും കൂടെ ക്രോസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഈ രീതിയിലാണ് കട്ടിംഗ് ചെയ്യുന്നത്. ഇറ്റ് ഫോംസ് എ പാരാബോള. പിന്നെ ലാസ്റ്റ് ആയിട്ട് ആക്സിസിനെ ക്രോസ് ചെയ്യാണ്ട് ഒരു ചെറിയ ഭാഗത്തിലാണ് കട്ടിംഗ് വരുന്നതെങ്കിൽ ഇറ്റ് ഫോംസ് എ ഹൈപ്പർബോള. ഓക്കെ, ഇതൊരു ഫേസ് ഉള്ളൂ, അതേപോലത്തെ രണ്ട് ഫേസ് കൂടുമ്പോഴാണ് ഹൈപ്പർബോള വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിൽ നിങ്ങളൊന്ന് ഓർക്കേണ്ടത്. ഇൻക്ലൈൻ ചെയ്താണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഫോംസ് എലിപ്സ്. പിന്നെ ഒരു പ്രൊജക്ടറിന് ഒരു ജനറേറ്ററിന് പാരലായിട്ടാണ് വരുന്നതെങ്കിൽ, ഇൻക്ലൈൻ ചെയ്ത് തന്നെ ഒരു ജനറേറ്ററിന് പാരലായിട്ടാണ് നമ്മുടെ സർഫസ് പോകുന്നതെങ്കിൽ ഫോംസ് എ പാരാബോള. പിന്നെ ഹൈപ്പർബോളയുണ്ട്, സർക്കിളുണ്ട്. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. എസെൻട്രിസിറ്റി ഓഫ് ദി പാരാബോള. Eccentricity of the parabola. പോളിംഗ് കൂടെ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും. ഇവിടെ ആൾക്കാർ കോൾ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇവിടെ എസെൻട്രിസിറ്റി ഓഫ് പാരാബോള അത് ഓർക്കണം. എസെൻട്രിസിറ്റി ഓഫ് പാരാബോള ഇ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ ബാക്കിയുള്ളതിന്റെ കൂടെ ഒരു എസെൻട്രിസിറ്റിന്റെ ടേംസ് ഒന്ന് പറഞ്ഞു നോക്കാം. എസെൻട്രിസിറ്റി 0 ആവുന്നത് സർക്കിളിലായിരിക്കും, കാരണം അങ്ങനെ ചോദിച്ചു കാണാറില്ല. ഇനി ഈസ് ലെസ് ദാൻ 1, ഈ 1നേക്കാളും കുറവാണെങ്കിൽ ഇറ്റ് ഫോംസ് എലിപ്സ്. ഓക്കെ, ഇനി ഈ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇറ്റ് ഈസ് ഹൈപ്പർ ബോള. ഓക്കെ, ഹൈപ്പർബോള നമുക്ക് നോക്കാൻ പറ്റും. ഹൈപ്പർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കൂടുതലാണ് എന്ന് നോക്കുക. അപ്പം ഈ ഗ്രേറ്റർ ദാൻ 1 ആണ് ഹൈപ്പർബോള. ഈ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇറ്റ് ഫോംസ് എ പാരാബോള. ഓക്കെ, ഇത് റിപ്പീറ്റഡ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്തതായിട്ട് സൈസ് ഓഫ് B2 ഡ്രോയിങ് ബോർഡ്സ് ആസ് പെർ BIS. B2 ഡ്രോയിങ് ബോർഡിന്റെ സൈസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള B2 ഡ്രോയിങ്ങിന്റെ സൈസ് ആണ്. സെക്കൻഡ്, പോളിംഗ് വന്നില്ല. ഓക്കെ, ഇപ്പൊ വന്നില്ലേ? ഓക്കെ, കുറച്ച് പേരൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാം,
ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ളതിന്റെ കൂടെ ജസ്റ്റ് ഞാൻ സൈസ് എന്ന് പറയാം. B1 ഡ്രോയിങ് ബോർഡ് ആണെങ്കിൽ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 1000 × 700. B2 ആണെങ്കിൽ 700 × 500. ഇനിയുള്ളത് B0 കൂടെ ഉണ്ട്. B0 എന്ന് പറയുന്നത് 1500 × 1000. ഓക്കെ, ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പം B0, B1, B2 1500, 1000, 700 ആ ഒരു റേഞ്ചിലേക്ക് കുറഞ്ഞു വരുന്നതായിട്ടൊന്ന് ഓർക്കാം. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. The instrument used to reduce and enlarge drawings. Instrument used to reduce and enlarge drawings. Okay. പോളിംഗ് വന്നില്ലേ? ഓക്കെ, വന്നു. പാൻഡഗ്രാഫ് ഉണ്ട്, പ്ലാനിമീറ്റർ ഉണ്ട്, ക്ലിനോമീറ്റർ ഉണ്ട്, സെക്സ്റ്റന്റ് ഉണ്ട്. ഏതാണ്? ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പാൻഡഗ്രാഫ് ആണ്. അതായത് നമുക്കൊരു ഡ്രോയിങ്ങിനെ സ്കെയിൽ റെഡ്യൂസ് ചെയ്യാനോ എൻലാർജ് ചെയ്യാനോ നമ്മൾ ഉപയോഗിക്കുന്നത് പാൻഡഗ്രാഫ് ആണ്. പ്ലാനിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇറഗുലർ ബൗണ്ടറീസ് ഉള്ള പാൻഡഗ്രാഫ് തന്നെ. ഓക്കെ, പോളിംഗ് കുറച്ച് പേർക്ക് വന്നു, കുറച്ച് പേർക്ക് വന്നില്ല. നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഒരു ഇറഗുലർ ബൗണ്ടറീസ് അല്ലെങ്കിൽ ഇറഗുലർ ഡ്രോയിങ്ങിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്ലാനിമീറ്റർ. ഏരിയ ഓഫ് ഇറഗുലർ പ്ലോട്ട്സ്. പിന്നെ പാൻഡഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ റെഡ്യൂസ് അല്ലെങ്കിൽ എൻലാർജ് ഡ്രോയിങ്സ് അതിന് വേണ്ടിയിട്ടാണ് പാൻഡഗ്രാഫ് ഉപയോഗിക്കുന്നത്. ക്ലിനോമീറ്റർ ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു വെർട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ഒരു സ്ലോപ്പ് അല്ലെങ്കിൽ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ നമുക്ക് കോണ്ടൂർ ഒക്കെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ക്ലിനോമീറ്റർ. നമ്മളിത് ഈ സർവേയിങ്ങിന്റെ മൈനർ ഇൻസ്ട്രുമെന്റ് കേസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് സെക്സ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ്. horizontal angles. ഓക്കെ, അപ്പോൾ നമുക്ക് സർവേയിൽ 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ദി പോയിന്റ് സർവേ എന്നല്ല, ഡ്രോയിങ് എന്ന് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. ദി പോയിന്റ് സിറ്റുവേറ്റഡ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ് 30 mm above HP and 25 mm in front of VP. The distance between plan and elevation is ഓക്കെ, പോളിംഗ് വരുന്നില്ലേ? ഇങ്ങോട്ട് ഒന്ന് നോക്കാം. സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് നോക്കുക. ഓക്കെ, പോളിംഗ് മാറിപ്പോയി എന്ന് പറയുന്നുണ്ടല്ലോ കുറച്ച് പേര്. ഓക്കെ, ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ആയിട്ടാണെങ്കിലും ഒന്ന് പറയാം. കമന്റ് ആയിട്ട് പറയാം. കിട്ടിയില്ലേ? ഓക്കെ, 55 mm ഓപ്ഷൻ ഡി റെഡിയാണ് കേട്ടോ.
അപ്പോൾ ജസ്റ്റ് കിട്ടാത്തവർ വേണമെങ്കിൽ ജസ്റ്റ് നോക്കുക. ഇതിനകത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നമ്മുടെ പോയിന്റ് ഇരിക്കുന്നത് അല്ലേ. നമ്മൾ ഇതതിൻ്റെ നമ്മളതൊന്ന് ക്വാഡ്രന്റ് ഒന്ന് വരച്ചേക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് നമ്മുടെ ഇതാണ് വെർട്ടിക്കൽ പ്ലെയിൻ, ഇതതിൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിൻ. നമ്മുടെ പോയിന്റ് ഇരിക്കുന്നത് ഇറ്റ് ഈസ് 30 mm എബവ് HP. 30 mm എബവ് HP. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 30 mm. പിന്നെ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 25 mm. അപ്പം നമ്മൾ ഇതിൻ്റെ പ്ലാൻ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP, ഇതിൻ്റെ പ്ലാൻ ആൻഡ് എലിവേഷൻ വരയ്ക്കുന്ന നേരത്ത് എങ്ങനെയാണ് ഇത് വരിക എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പം ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ എലവേഷൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വ്യൂ അല്ലേ. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഈ 30 സെൻറ്റിമീറ്റർ മേലെ തന്നെ ആയിട്ട് ഇരിക്കും. ദിസ് വിൽ ബി 30 സെൻറ്റിമീറ്റർ. ഈ കാണുന്ന ഈ ഡിസ്റ്റൻസിൽ അത് തന്നെ. ഓക്കെ, ഇനി നമുക്ക് ഈ വെർട്ടിക്കൽ നമ്മളിങ്ങനെ, അതായത് ഇതിന്റെ പ്ലാൻ കാണണമെങ്കിൽ നമ്മൾ ആ വെർട്ടിക്കൽ പ്ലെയിനിൽ എത്രയാണ്, അല്ലെ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് ഇത് എത്ര മുമ്പിലാണ് നിൽക്കുന്നതെന്നാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ അത് വരയ്ക്കാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഡിസ്റ്റൻസ് ഇതിന്റെ താഴേക്ക് വരും. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 mm. അപ്പോൾ ഈ പ്ലാനും എലിവേഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 + 25 = 55 mm. ഓക്കെ, ready? Okay, next one. The box method is related with isometric projection, oblique projection, orthographic projection, and perspective projection. Okay. ഓക്കെ, കുറച്ച് പേരൊക്കെ ആൻസർ ചെയ്തു. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. അപ്പോൾ ഈ ഐസോമെട്രിക് പ്രൊജക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മെത്തേഡ്സ് എന്ന് പറയുന്നത് ബോക്സ് മെത്തേഡും കോഓർഡിനേറ്റ് മെത്തേഡ് ഓർ ഓഫ്സെറ്റ് മെത്തേഡ്. ഇതൊക്കെ ഐസോമെട്രിക് പ്രൊജക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മെത്തേഡ്സ് ആണ്. ഇനി നമ്മൾ അറിയേണ്ടത്, ഈ ഐസോമെട്രിക് പ്രൊജക്ഷൻ നമ്മൾ വരയ്ക്കാൻ നേരത്ത് നമ്മൾ ഒരു 30 ഡിഗ്രിയിൽ 2 ലൈൻ വരച്ചിട്ട് നമ്മൾ ഈ പ്ലാൻ അതിനകത്തേക്ക് വരയ്ക്കാറാണ്. അപ്പം ശരിക്കും ഉള്ളത് നമ്മൾ ഈ നേരെ കാണുന്ന ആ ഒരു ഡയമെൻഷനിൽ കുറച്ചും കൂടി ഒരു റെഡ്യൂസ്ഡ് സ്കെയിലാണ് നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നമ്മൾ വാല്യൂസ് കാണുക, അല്ലെങ്കിൽ അതിന്റെ ഡയമെൻഷൻസ് നമ്മൾ കാണുന്നത്. അതിന്റെ റിഡക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 82% ആണ്. ഓക്കെ, അപ്പം ജസ്റ്റ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറയുന്നത് ഐസോമെട്രിക് ലെങ്ത് ഡിവൈഡ് ബൈ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 0.82 അല്ലെങ്കിൽ <1. അപ്പോൾ ഐസോമെട്രിക് സ്കെയിലിൽ വരയ്ക്കുന്നതാണ് നമ്മൾ ഈ പറയുന്ന ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഇനി അതേപോലെ നമുക്ക് ട്രൂ ലെങ്ത്തിൽ ഇത് പ്രൊജക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ട്രൂ ലെങ്ത്തിൽ നമ്മൾ ഇത് പ്രൊജക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐസോമെട്രിക് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഐസോമെട്രിക് ഡ്രോയിങ് അല്ലെങ്കിൽ ഐസോമെട്രിക്, ഈ ഒരു റിഡക്ഷൻ നമ്മൾ ഒഴിവാക്കിയിട്ട് ഐസോമെട്രിക് വ്യൂവിൽ നമ്മൾ വരയ്ക്കുന്ന എല്ലാ ഡയമെൻഷൻസും എന്ന് പറയുന്നത് ശരിക്കുമുള്ള അതേ ഡയമെൻഷൻസിൽ തന്നെ ആയിരിക്കും. അതായത് ട്രൂ ലെങ്ത്തിലായിരിക്കും നമ്മളത് വരയ്ക്കുന്നത്. ഇൻ ഫുൾ സ്കെയിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ ഐസോമെട്രിക് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ അതിൽ നിന്നൊന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് ഡ്രോയിങ് എല്ലാം ഒന്നും കവർ ചെയ്യാനൊന്നും സാധിക്കത്തില്ല നമുക്ക് ഈ പറയുന്ന ടൈമും കൊണ്ട്. അപ്പോൾ കുറച്ച് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഭാഗങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളിലൂടെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ കൂടി ഒരു ഐഡിയ ഒക്കെ വരും. പിന്നെ ബാക്കി നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഇനി നമ്മൾ സർവേയിലേക്കാണ് പോകുന്നത്. ഓക്കെ, 11th ക്വസ്റ്റ്യൻ. ദി ഡാഷ് ചെയിൻ is 100 feet long and consists of 100 links each being 1 foot. ആ ചെയിനിന്റെ പേര്. 100 feet ആണ് ലെങ്ത്, 100 ലിങ്ക്സ് ഉണ്ട്. ഓക്കെ, ഓരോ ലിങ്കിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് 1 feet. ഓക്കെ, എല്ലാവരും തന്നെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നോക്കിയാൽ മതി. 100 എഞ്ചിനീയേഴ്സ് ചെയ്യും, നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ ഓർത്താൽ മതി. 100 feet ആണ് അതിന്റെ
ലെങ്ത് 100 ലിങ്ക്സ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിന്റെയും കൂടെ ഡയമെൻഷൻസ് ഒന്ന് പഠിക്കാം. ഓക്കെ, ഗണ്ടേഴ്സ് ചെയിന്റെ മറ്റൊരു പേരാണ് സർവേയേഴ്സ് ചെയിൻ. സർവേയേഴ്സ് ചെയിൻ ഇതിന്റെ ആണ്. ഇതായിരുന്നു കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പറയേണ്ടത് 66 ഫീറ്റും 100 ലിങ്ക്സും. ഓക്കെ, സോറി കേട്ടോ, റവന്യൂ ചെയിൻ ആണ് നമ്മൾ പറയുന്നത് 33 ഫീറ്റും 16 ലിങ്കും. ഓക്കെ, നോക്കി ഇപ്പം മാറിപ്പോയതാണ്. ഓക്കെ, കൺഫ്യൂഷൻ ആയിട്ട് ജസ്റ്റ് നോക്കിയാൽ മതി. എഞ്ചിനീയേഴ്സ് ചെയിൻ കഴിഞ്ഞിട്ട് നമ്മൾ ഗണ്ടേഴ്സ് ചെയിൻ പഠിക്കുക, അതിനുശേഷം റവന്യൂ ചെയിൻ. അപ്പം എഞ്ചിനീയേഴ്സ് ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് 100 ഫീറ്റും 100 ലിങ്ക്സും ആണ്. ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് 100 ലിങ്ക്സ് ഉണ്ട്, പക്ഷെ 66 ഫീറ്റ് ആണ്. റവന്യൂ ചെയിൻ 33 ഫീറ്റും 16 ലിങ്കും. മെട്രിക് ചെയിൻ പിന്നെ അങ്ങനെ ഓർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഓരോ ലിങ്കിന്റെ ലെങ്ത് വേണം ഇതിനകത്ത് നിന്ന് ഓർത്തുള്ള. എത്രയായിരിക്കും ഓരോ ലിങ്കിന്റെ ലെങ്ത്? 20 സെന്റിമീറ്റർ. ഓക്കെ, റെഡി? ഓക്കെ റിങ്കു. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് എ ടേപ്പ് വിത്ത് വിച്ച് ഈസ് യൂസ് ഫോർ ടേക്കിംഗ് മെഷർമെന്റ് ഓഫ് വെരി ഹൈ ഡിഗ്രി ഓഫ് പ്രൊസിഷൻ. വെരി ഹൈ ഡിഗ്രി ഓഫ് പ്രൊസിഷൻ വെച്ച് നമുക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേപ്പ് ഏതാണ്? ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട് യുവർ പോളിംഗ്. ഓക്കെ, ഓക്കെ, ഇത് തെറ്റരുത്, ഓർത്തോളാം. ഹൈ ഡിഗ്രി ഓഫ് പ്രൊസിഷൻ വെച്ച് നമുക്ക് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻവാർ ടേപ്പ് ആണ് കേട്ടോ. ഓക്കെ, ഇൻവാർ ടേപ്പ്. പിന്നെ അതിന്റെ കോമ്പോസിഷൻ കൂടെ ഒന്ന് ഓർത്തോളാം. നിക്കൽ 36%, സ്റ്റീലിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 64%. ഓക്കെ, ഹൈ ഡിഗ്രി ഓഫ് പ്രൊസിഷൻ ആവശ്യമുള്ള സ്ഥലത്താണ് നമ്മൾ ഇൻവാർ ടേപ്പ് ഉപയോഗിക്കുന്നത് എന്ന് കൂടെ ഒന്ന് ഓർക്കുക. നെക്സ്റ്റ് വൺ, in a well conditioned triangle no angle should be less than. Okay, well conditioned triangle no angle should be less than 30 degree, 45 degree, 60 degree, 90 degree. Okay, ഓക്കെ, നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു വെൽ കണ്ടീഷൻ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ആൻഡ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 120 ഡിഗ്രി. അത്തരം ഒരു ട്രയാങ്കിളിനാണ് നമ്മൾ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, 30. ഓക്കെ, നെക്സ്റ്റ് വൺ, the reduced level of line of collimation is dash the height of instrument. The reduced level of the line of collimation is dash the height of instrument. Option A less than, option B same to, option C greater than, option D none of this. Okay, polling ഇപ്പോൾ വരും. polling ഒന്നില്ലേ? ഓക്കെ, ഓക്കെ ദേവ് ഹായ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ റാങ്കോ അങ്ങനത്തെ സ്കോർ ഒന്നും ഇടുന്നൊന്നുമില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു സെക്ഷൻ ആയിട്ട് ആക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് റെഡ്യൂസ് ലെവൽ ഓഫ് അല്ലെങ്കിൽ റെഡ്യൂസ് ലെവൽ ഓഫ് ദി ഇൻസ്ട്രുമെന്റും ലൈൻ ഓഫ് കോളിമേഷൻ, അതായത് ജസ്റ്റ് നമ്മൾ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തിരിക്കുവാണ്. ഇതാണ് നമ്മുടെ ലൈൻ ഓഫ് കോളിമേഷൻ. ഓക്കെ, നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് റെഡ്യൂസ് ലെവൽ ഓഫ് ലൈൻ ഓഫ് കോളിമേഷനും ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്. നമ്മളിപ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാറ്? ബാക്ക് സൈറ്റിൽ നിന്ന് എത്രയാണ്, അതായത് നമുക്ക് ഇവിടെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാവും, ഈ ബെഞ്ച് മാർക്കിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് നമ്മുടെ ലൈൻ ഓഫ് കോളിമേഷൻ പോകുന്നത്, അത് തന്നെയാണ് നമ്മൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് പറയുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ നോർത്താൽ മതി, ഇറ്റ് ഇസ് സെയിം ടു ദി ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്. ഇനി ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ക്രോസ് ഹെയർസും ഒബ്ജക്റ്റീവും ആ ഒരു ലൈനിന്റെ കണ്ടിന്യൂഷനും, അതിനെയാണ് നമ്മൾ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് പറയുന്ന ഒരു കേസാണ് ആക്സിസ് ഓഫ് ദി ടെലിസ്കോപ്പ്. അതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, അതായത് ഐ പീസും ഒബ്ജക്റ്റീവിനെയും കൂടി കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈൻ, ഫോക്കസ് ഓഫ് ദി ഐ പീസിനും ഒബ്ജക്റ്റീവിനെയും കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈനിനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് ദി ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദി മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ ഇസ് 32 degree and the magnetic declination is 5 degree
20 minutes west. Its true bearing is. ഓക്കെ, ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ബെയറിംഗ് തന്നിട്ടുണ്ട്, ട്രൂ ബെയറിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചേ. തിരക്ക് പിടിച്ച് തെറ്റിക്കുന്നതല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇത് വരുന്നത് ഒന്ന് പറഞ്ഞുതരാം, ജസ്റ്റ് നോക്കുക. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആദ്യം നമ്മൾ എന്ത് എഴുതി വെക്കുക? ട്രൂ നോർത്ത് സൗത്ത്, അതായത് നമ്മൾ ജോഗ്രഫിക് നോർത്ത് സൗത്ത് എടുക്കുക. ഇവിടെ നിന്ന് നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓക്കെ ട്രൂ ബെയറിംഗ് ആയിരിക്കും ഇവിടെ നിന്ന് എടുക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് ഡിക്ലിനേഷൻ ഒന്ന് മാർക്ക് ചെയ്യുക. ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ട്രൂ ബെയറിംഗും മാഗ്നറ്റിക് ബെയറിംഗും തമ്മിലുള്ള ആ ഒരു ആംഗിൾ അല്ലേ. അപ്പം ഇവിടെ നിന്ന് 5 ഡിഗ്രി 20 മിനിറ്റ്സ് ആണ് എന്ത് വരുന്നത്, നമ്മുടെ മാഗ്നറ്റിക് ബെയറിംഗ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ലൈൻ വരിക. ഇനി നമുക്ക് തന്നേക്കുന്നത് എന്താണ്? മാഗ്നറ്റിക് ബെയറിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് വിൽ ബി ഈ മാഗ്നറ്റിക് മെറിഡിയനിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന ലൈൻ ആയിരിക്കും. ഓക്കെ, 32 ഡിഗ്രി. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു ലൈൻ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ജോഗ്രഫിക് മെറിഡിയനിൽ നിന്നുള്ള ബെയറിംഗ് എത്രയാണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് എത്രയായിരിക്കും വരിക? 32 ഡിഗ്രിയിൽ നിന്ന് 5 ഡിഗ്രി 2 മിനിറ്റ്സ് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ദാറ്റ് വിൽ ഗീവ്സ് 5 ഡിഗ്രി 20 മിനിറ്റ്സ് ആണ് 26 ഡിഗ്രി 40 മിനിറ്റ്സ്. ഓക്കെ, ഇപ്പം ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്താൽ കൺഫ്യൂഷൻ ആവില്ല. നമ്മൾ എപ്പോഴും നമ്മൾ ആദ്യം ട്രൂ മെറിഡിയൻ വരയ്ക്കുക. അവിടെ നിന്ന് ഡിക്ലിനേഷൻ വെച്ചിട്ട് നമ്മൾ മാഗ്നറ്റിക് ബെയറിംഗ് വരച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക? കണ്ടിന്യൂ ചെയ്യുക. അടുത്തതായിട്ട് ദി ബൗണ്ടറി ഓഫ് വാട്ടർ ഓഫ് എ സ്റ്റിൽ ലേക്ക് റെപ്രസെന്റ്സ്. ഓപ്ഷൻ എ കോണ്ടൂർ ലൈൻ, ഓപ്ഷൻ ബി ലെവൽ ലൈൻ, ഓപ്ഷൻ സി ഹൊറിസോണ്ടൽ ലൈൻ, ഓപ്ഷൻ ഡി ഡാറ്റം ലൈൻ. ഏതാണ്? കോണ്ടൂർ ലൈൻ, ലെവൽ ലൈൻ, ഹൊറിസോണ്ടൽ ലൈനും ഡാറ്റം ലൈനും ഏതാ വരിക? ഓക്കെ, പോളിംഗ് വന്നില്ല അല്ലേ? എല്ലാവരും അല്ലാണ്ട് ആൻസർ ചെയ്തു. ഓക്കെ, ഓപ്ഷൻ എ ആണ് വരിക, കോണ്ടൂർ ലൈൻ. അതായത് ജസ്റ്റ് നോക്കിയാൽ മതി, നമ്മളൊരു ലേക്കിന്റെ ചുറ്റും, അതായത് അതിന്റെ ബൗണ്ടറീസ് എന്ന് പറയുമ്പോഴേക്കും ആ വാട്ടർ ലെവലിന്റെ അതേ ലെവലിലല്ലേ ത്രൂ ഔട്ട് ഉണ്ടാവുക. അപ്പം ആ ഒരു ലേക്കിന്റെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ത്രൂ ഔട്ട് ഒരേ ഹൈറ്റിലുള്ള ഒരു ലൈൻ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഓരോ ഹൈറ്റിലുള്ള ലൈൻസ് അല്ലെങ്കിൽ ഓരോ റെഡ്യൂസ് ലെവലുള്ള ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് ഈക്വൽ റെഡ്യൂസ് ലെവൽ അല്ലെങ്കിൽ ഒരേ റെഡ്യൂസ് ലെവലുള്ള ലൈൻ പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് നമ്മൾ കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കേസിൽ ഒരു ലേക്കിന്റെ ബൗണ്ടറീസ് അല്ലെങ്കിൽ ഒരു ലേക്കിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ ഒരു ഗ്രൗണ്ട് ലെവൽ എത്തായിരുന്നത് ത്രൂ ഔട്ട് എന്ത് തന്നെയായിരിക്കും? കോണ്ടൂർ ലൈൻ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? ബി അല്ല കേട്ടോ, ഓപ്ഷൻ എ ആണ്. ലെവൽ ലൈൻ അല്ല. ലെവൽ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ എർത്തിന്റെ കർവേച്ചറിന്റെ അതേപോലെ തന്നെയുള്ള ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെവൽ ലൈൻ എന്ന് പറയുന്നത്. ഈ ഒരു ലെവൽ ലൈൻ ടാൻജൻഷ്യലായിട്ട് പോകുന്ന ലൈൻസിൻ്റെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത്. മീൻസ് സ്ഫിറോയിഡൽ ഷേപ്പിന് അതേ പാരലായിട്ട് തന്നെ പോകുന്ന സർഫസ് ആണ് എന്ത്? ലെവൽ സർഫസും. അതേപോലെ തന്നെ നമ്മൾ ടാൻജൻഷ്യലായിട്ട് പോവുകയാണെങ്കിൽ അതാണ് ഹൊറിസോണ്ടൽ ലൈൻ. നെക്സ്റ്റ് വൺ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ദി ബിയറിംഗ് ഓഫ് ലൈൻ എ ബി നോർത്ത് 40 ഡിഗ്രി വെസ്റ്റ്, ബിയറിംഗ് ഓഫ് ബി സി നോർത്ത് 20 ഡിഗ്രി ഈസ്റ്റ്, ദി ആംഗിൾ എ ബി സി എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, പോളിംഗ് ഓണാക്കാം. ഓക്കെ, നേരത്തെ പോളിംഗ് പറയുന്നതിന് മുമ്പ് എല്ലാവരും ആൻസർ പറഞ്ഞത് കൊണ്ടാണ്. ഇപ്പം വന്നില്ലേ? ഇതിൻ്റെ കൂടെ ആൻസർ ഒന്ന് നോക്കുക.
ഓക്കെ, ഓക്കെ. അപ്പം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കുറച്ച് പേര് ഓപ്ഷൻ ഡി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് B120 ആണ് കേട്ടോ. അത് കറക്റ്റായ ഒരു പേടിക്കണ്ട. ഓക്കെ, ജസ്റ്റ് നോക്കുക. ഇതിനകത്ത് AB എന്ന് പറഞ്ഞ ലൈൻ തന്നിട്ടുണ്ട്, BC എന്ന് പറയുന്ന ലൈനും തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ABC എന്ന് പറയുന്ന ആംഗിൾ ആണ്. അപ്പൊ ഇതിനകത്ത് B ആണ് ശരിക്കും അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിളായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അറിയേണ്ടത് ലൈൻസിന്റെ ബെയറിങ്ങുകൾ എന്ന് പറയുന്നത് BAന്റെയും BCന്റെയും ബെയറിംഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ AB പറ്റത്തില്ല, അപ്പൊ നമ്മൾ അതിനെ BA ആക്കണം. ബാക്ക് ബെയറിംഗ് ഓഫ് AB എടുത്താൽ മതി. അപ്പൊ ദാറ്റ് വിൽ ബി എത്രയായിരിക്കും? ഇവിടെ തന്നിരിക്കുന്ന നോർത്ത് 40 ഡിഗ്രി വെസ്റ്റ് അല്ലേ, അപ്പൊ ദാറ്റ് വിൽ ബി സൗത്ത്. ഇതിന്റെ ബാക്ക് ബെയറിംഗ് ആണ് 40 ഡിഗ്രി ഈസ്റ്റ്. എല്ലാത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആ ഒരു മെറിഡിയൻ മാറ്റാം. BC നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് നോർത്ത് 20 ഡിഗ്രി ഈസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് നമ്മൾ ഇതൊന്ന് കുറെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാകുന്നു പഠിക്കുന്നതിന് വരെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഒരു ക്വാഡ്രന്റിലേക്ക് ഈ ലൈൻസ് ഒന്ന് വരച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ AB ലൈൻ എന്ന് പറയുന്നത് നോർത്ത് 20 ഡിഗ്രി ഈസ്റ്റ്. ഇത് നോർത്ത്, ഇത് സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. നോർത്ത് 20 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് 20 ഡിഗ്രി, ദിസ് വിൽ ബി 20 ഡിഗ്രി. രണ്ടാമത്തെ BA എന്ന് പറയുന്നത് സൗത്ത് 40 ഡിഗ്രി ഈസ്റ്റ്, സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് 40 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വേണ്ടത് ഈ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ ആണ്. ഈ ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഇവിടെ നമുക്ക് 20 പോയിട്ടുണ്ട്, ബാക്കി ഉണ്ടാവുക എത്രയായിരിക്കും? 90 നിന്ന് 20 പോയാൽ ബാക്കി 70. ഇവിടെ 40 ഉണ്ട്, 40 90 നിന്ന് 40 പോയാൽ ഇവിടെ ഉണ്ടാവുക 50. അപ്പം 70ഉം 50ഉം എന്ന് പറയുന്നത് 120 ഡിഗ്രി. ഓക്കെ അല്ലേ? റെഡി അല്ലേ? Okay, next question. The contour lines cross one another only when option A vertical cliff, option B a hill, option D overhanging, option C എന്ന് പറയുന്നത് overhanging cliff, option D എന്ന് പറയുന്നത് pond. ഓക്കെ, ആൻസർ ഒന്ന് വേഗം ചെയ്യുക. ഓക്കെ, ഓക്കെ. അപ്പൊ കോണ്ടൂറിന് ഈ ഒരു 4 എണ്ണമാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കുറച്ച് പേരൊക്കെ ശരിയാക്കിയിട്ടുണ്ട്, കുറച്ചല്ല കൂടുതൽ ആൾക്കാരും ശരിയാക്കി. കുറച്ച് പേര് തെറ്റിച്ചത് വെർട്ടിക്കൽ ക്ലിഫ് ആണ്. ഈ വെർട്ടിക്കൽ ക്ലിഫിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു 2 കോണ്ടൂർ ലൈൻസ് ഒന്നെങ്കിൽ മെർജ് ചെയ്യുക അല്ലെങ്കിൽ ജോയിൻ ടുഗെദർ. ആ ഒരു കേസിലാണ് നമ്മൾ വെർട്ടിക്കൽ ക്ലിഫ് എന്ന് പറയുന്നത്. അതേസമയം 2 കോണ്ടൂർ ലൈൻസ് ഇതേപോലെ ക്രോസ് ചെയ്യുവാണെങ്കിൽ ഓർത്തോളാം, ഇറ്റ് ഇസ് ഓവർ ഹാങ്ങിങ് ക്ലിഫ്. അപ്പം വെർട്ടിക്കൽ ക്ലിഫിൽ ഒന്നെങ്കിൽ മെർജ് ചെയ്യുക അല്ലെങ്കിൽ ജോയിൻ ടുഗെദർ എന്ന് പറഞ്ഞു വരുവാണെങ്കിലാണ് നമ്മൾ വെർട്ടിക്കൽ ക്ലിഫ് കൊടുക്കേണ്ടത്. ഓവർ ഹാങ്ങിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ക്രോസ് ചെയ്ത് 2 ലെവലിൽ, അതായത് ഒരു പോയിന്റിൽ തന്നെ 2 എലിവേഷൻ വരുന്നുണ്ട്, അത് ക്രോസും ചെയ്യുവാണെങ്കിലാണ് ഓവർ ഹാങ്ങിങ് ക്ലിഫ് എന്ന് പറയുന്നത്. ഇനി ഹില്ലൊക്കെ ഓർക്കാലോ അല്ലെ, കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ്, അതിന്റെ ഉള്ളിലുള്ള സർക്കിൾസിലുള്ള, അതായത് ഉള്ളിലുള്ള കോണ്ടൂർസിന്റെ ഗ്രേഡിയന്റ് കൂടിക്കൂടി വരുവാണെങ്കിൽ, ഇത് ഇപ്പോൾ ഒരു 25, ഇത് 26, ആ രീതിയിൽ പോവുകയാണെങ്കിൽ ഹില്ലും, പോണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ആണെങ്കിൽ എന്താണ്, ഉള്ളിലുള്ള സർക്കിൾസിന്റെ വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇത് 25, ഇത് 23, ആ ഒരു റേഞ്ചിൽ പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ. ഓക്കെ, 14th ക്വസ്റ്റ്യൻ. 14 ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. സെയിം ടു എന്നല്ലേ, ഇതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഓക്കെ, നമുക്കിനിയുള്ളത് ഇത് കഴിഞ്ഞു. 19th ക്വസ്റ്റ്യൻ. When the measured length is less than actual length, the error is known as. Measured length is less than actual, error is known as. Okay, measured length is less than actual.
ഓക്കെ, ഇവിടെ ജസ്റ്റ് ഓർത്താൽ മതി, മെഷേർഡ് ലെങ്ത് ആക്ച്വൽ ലെങ്ത്തിനേക്കാളും കുറവാണ് എങ്കിൽ ശരിക്കും നമ്മൾ മെഷർ ചെയ്തപ്പോഴത്തേക്കും എന്താണ് ആവശ്യത്തിൽ കൂടുതൽ ലെങ്ത് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പറയുന്നത് ചെയിൻ ടു ലോങ് എന്ന് പറയുന്ന കേസാണിത്. അപ്പോൾ ചെയിൻ ടു ലോങ് ആണെങ്കിൽ നമ്മുടെ എറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെഗറ്റീവ്. അതായത് ചെയിൻ ലെങ്ത് നോക്കുകയാണെങ്കിൽ എറർ എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്ത് മൈനസ് പ്രസന്റ്. അപ്പം ഇവിടെ ഒറിജിനലായിട്ട് 20 മീറ്റർ ആണ് വേണ്ടതെങ്കിൽ അവിടെ ഒരു 23 മീറ്റർ, അതായത് ചെയിൻ്റെ ലെങ്ത് കൂടുതലായിട്ടാണ് ശരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര വരും? ഈ എറർ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് വരും. അപ്പം when the measured length is less than actual length, chain too long ആണെന്നുള്ളൊരു കണ്ടീഷനാണ്. അവിടുത്തെ എറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെഗറ്റീവ്. ഓക്കെ, അടുത്തതായിട്ട് ദി ഒബ്സ്റ്റക്കിൾ വിച്ച് ഒബ്സ്ട്രക്ട്സ് വിഷൻ ബട്ട് നോട്ട് ചെയിനിങ്. വിഷനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ചെയിനിങ് പോസിബിൾ ആവുന്ന സിറ്റുവേഷൻ ഏതാണെന്നാണ്. വേഗം പോൾ ചെയ്യാം. ഓക്കെ ഓക്കെ, എല്ലാവരും തന്നെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് ചെയിനിങ് പോസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇത്. റൈസിങ് ഗ്രൗണ്ട്, ഒരു കയറ്റോ അങ്ങനത്തെ ഒരു, അതായത് നമുക്ക് അപ്പുറത്തെ ഹില്ലിനപ്പുറത്തുള്ള ഏരിയ കാണാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് അതിനകത്തൂടെ ചെയിനിങ് പോസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഇനി നമ്മൾ മെക്കാനിക്സിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി കൺകറന്റ് ഫോഴ്സസ് ആർ ദോസ് ഫോഴ്സ് വിച്ച് ലൈൻസ് ഓഫ് ആക്ഷൻ. കൺകറന്റ് ഫോഴ്സിന്റെ കേസാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. മീറ്റ് അറ്റ് സെയിം പ്ലെയിൻ, meet at same line, meet at same point, are parallel to each other. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണ്ടാന്ന് തോന്നുന്നു, എല്ലാവരും തന്നെ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ ഓർത്താൽ കൺകറന്റ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എല്ലാ ഫോഴ്സിന്റെ ലൈൻസ് ജോയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ കൺകറന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോപ്ലൈനർ, കൊലീനിയർ, പാരലൽ ഫോഴ്സ് എന്നൊക്കെയാണ് ബാക്കിയുള്ളതിന്റെ. ഒരേ പ്ലെയിനിലേക്ക് വരികയാണ് കോപ്ലൈനർ, ഒരേ ലൈനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ കൊലീനിയർ, പിന്നെ പാരലായിട്ടാണ് ഫോഴ്സുകളെല്ലാം പാരലായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ പാരലൽ ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, അടുത്തതായിട്ട് ദി റേഷ്യോ ഓഫ് ഡയറക്റ്റ് സ്ട്രെസ് ആൻഡ് ഡയറക്റ്റ് സ്ട്രെയിൻ വിത്തിൻ ദി എലാസ്റ്റിക് ലിമിറ്റ് ഇസ് നോൺ ആസ് മോഡുലസ് ഓഫ് റിജിഡിറ്റി, മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി, ബൾക്ക് മോഡുലസ്, മോഡുലാർ റേഷ്യോ. ഓക്കെ, ഓക്കെ, ഈ കേസ് ഡയറക്റ്റ് സ്ട്രെസ് ടു ഡയറക്റ്റ് സ്ട്രെയിൻ അല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ ആ ഒരു ലീനിയർ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ ആ ഒരു കേസിനകത്തൊന്നും ഓർത്താൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ആണ് ആൻസർ. റിജിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ, അതിനാണ് നമ്മൾ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്. ബൾക്ക് മോഡുലസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ് ഡിവൈഡ് ബൈ എന്താണ്? വോളിമെട്രിക് സ്ട്രെയിൻ, അതിന്റെ വോളിയത്തിൽ മൊത്തത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ബൾക്ക് മോഡുലസ്. ഇനിയിപ്പം ഒരു കോമ്പോസിറ്റ് മെമ്പറിൽ തന്നെ രണ്ട് മെറ്റീരിയൽസ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിന്റെ E1 ഉം E2. ഒരു കോമ്പോസിറ്റ് മെറ്റീരിയലിൽ രണ്ട് മെറ്റീരിയൽസ് ഓഫ് ഡിഫറെന്റ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. അപ്പം ഈ രണ്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിന്റെ റേഷ്യോനെയാണ് നമ്മൾ മോഡുലാർ റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് മെമ്പറിന്റെ കേസിൽ. ഓക്കെ, നമുക്ക് ഇച്ചിരി സ്പീഡാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ വിത്ത് സൈഡ് എ മെഷേർഡ് ഫ്രം എനി ഓഫ് ദി ത്രീ സൈഡ്സ്. ഓക്കെ, ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ അതിന്റെ സൈഡ് എ ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് അതിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. ഇത്രയും പെട്ടെന്ന് ആൻസർ ചെയ്തോ? അതെങ്ങനെയാ ചെയ്യാണ്ടിരുത്തിയായിരിക്കും അല്ലേ? ഓക്കെ, മിക്ക ആൾക്കാരും തെറ്റിച്ചു, തിരക്കിട്ട് ചെയ്തത് കൊണ്ടായിരിക്കും അല്ലേ? ഞാൻ സ്പീഡാക്കാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്പീഡാക്കി. ജസ്റ്റ് നോക്കുക, ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ സൈഡ് എ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഹൈറ്റ് h ആണെന്ന് വിചാരിക്കുക. നമ്മുടെ സെൻട്രോയിഡ് ഓട്ടോമാറ്റിക്കലി എവിടെയായിരിക്കും? h/3 ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഈ സൈഡിൽ നിന്ന് സെൻട്രോയിഡ് വരെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ h/3 ആണ്. അപ്പൊ ഇതിനകത്ത് എല്ലാ ടേംസും എന്ന് പറയുന്നത് ഓക്കെ, ഇതിനകത്ത് എല്ലാ സൈഡ്സും എന്റെ ടേംസിലല്ല. അപ്പൊ നമുക്ക് ഈ എച്ചിനെയും എന്റെ ടേംസിൽ കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഈ ഒരു ആംഗിൾ നമുക്കറിയാം 60 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് sin 60 എന്ന് പറയുന്നത് h ഡിവൈഡഡ് ബൈ എ എന്ന് കിട്ടൂലേ? sin 60 നമുക്കറിയാം √3/2 is equal to h/a. അപ്പൊ നമുക്ക് h ഇൻ ടേംസ് ഓഫ് a നമുക്ക് എന്ത് എഴുതാൻ പറ്റും? √3a/2.
ഓക്കെ, ഇനി നമുക്ക് h/3 ആണ് കണ്ടുപിടിക്കേണ്ടത്. h/3 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എഴുതാം √3a/2 × 3. ഈ 3 അതേപോലെ എന്നോട് വെച്ചു. അപ്പോൾ 3 ഈ √3 ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് ഉണ്ടാവുക a/2 √3. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ഓക്കെ, കുറച്ച് കണ്ണിങ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് നോക്കുക. ഇനി അടുത്തത് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് എ അബൌട്ട് ആൻ ആക്സിസ് ത്രൂ ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഒരു സ്ക്വയറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? ഓക്കെ, ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ റെക്റ്റാങ്കിളാണ് സാധാരണ നമ്മൾ പഠിക്കുക അല്ലേ? അതിന്റെ സെന്ററോട് കൂടെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇവിടെ ഡെപ്തിനാണ് കട്ട് ചെയ്യുന്നത്, b/d³ / 12 എന്നല്ലേ. ഇവിടെ നമുക്കൊരു സ്ക്വയർ ആകുമ്പോഴത്തേക്ക് എന്താണ്, ബിയും ഡിയും ഈക്വൽ ആയിരിക്കും. ബിയും ഡിയും എന്ത് തന്നെയാണ്, എ ആയിട്ട് വരും. അപ്പൊ നമുക്ക് എന്താണ് a × a³ / 12. സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് a⁴ / 12 കിട്ടും. ഇനി ഇതിന്റെ ബേസിക് കൂടെ ആണെങ്കിലോ b/d³ / 3. ഓക്കെ, 23ന്റെ ആൻസർ ഓപ്ഷൻ സി, a/2 √3. ഓക്കെ അല്ലേ? ഇനി അടുത്തത് b/d³ ആണ്. ഒരു റെക്ടാങ്കിളിന്റെ തന്നെ അല്ലെങ്കിൽ ഒരു സ്ക്വയറിന്റെ ബേസിക് കൂടെ ആണെങ്കിൽ ഇവിടെ a⁴ / 3 എന്ന് വരും. ഇനി അടുത്തായിട്ട് നമ്മൾ ട്രയാങ്കിളിന്റെ കേസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് വേഗം പറയാം. ട്രയാങ്കിളിന്റെ സെൻട്രോഡ് കൂടി ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി b/h³ / 36. അതിന്റെ ബേസിക് കൂടെയാണ് പോകുന്നതെങ്കിൽ b/h³ / 12. അതിന്റെ വെർട്ടെക്സിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ b/h³ / 4. ജസ്റ്റ് ഇതൊന്ന് പഠിച്ചാൽ മതി, b/h³ / 36. അതിൽ നിന്ന് നമ്മൾ പാരലാക്സിസ് തിയറം ഉപയോഗിച്ചാൽ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക, അത് നല്ല വൃത്തിക്ക് തന്നെ ഓർക്കുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കരുത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. The polar moment of inertia is equal to the product of Ixx and Iyy, ratio of Ixx and Iyy equal to the difference of Ixx Iyy equal to the sum of Ixx and Iyy. ഓക്കെ, ഇതും കുറച്ച് ആൾക്കാർ തെറ്റിച്ചു. ജസ്റ്റ് നോക്കുക, നമ്മുടെ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ, അതായത് നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുന്നത് Izz is equal to Ixx plus Iyy. ഈ Izz വേറൊരു പേരാണ് എന്ത്, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അതായിരുന്നു ഇവിടെ ചോദിച്ചത്. ഓപ്ഷൻ ഡി ആയിരുന്നു കറക്റ്റ് ആൻസർ. ഓക്കെ, പാരലാക്സിസ് തിയറം കൂടെ വേണം ഇതിന്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഇപ്പം ഒരു ബോഡി, അതിന്റെ സെൻട്രോഡിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ IG എന്ന് ഡിനോട്ട് ചെയ്താൽ ഒരു ഡിസ്റ്റൻസ്, അറ്റ് എ ഡിസ്റ്റൻസ്, രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് h, ഈ AB എന്ന് പറയുന്ന ആക്സിസിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് IAB is equal to IG plus AH സ്ക്വയർ. ഇതാണ് പാരലാക്സിസ് തിയറം. ഓക്കെ, നെക്സ്റ്റ് വൺ, the ratio of limiting force of friction to the normal reaction. Option A, coefficient of friction. Option B, limiting friction. Option C, angle of friction. Option D, force of friction. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കിപ്പം ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഈ ഒരു ബോഡി മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അതിനകത്ത് വരുന്ന മാക്സിമം ഫ്രിക്ഷൻ, അതിനാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. F is equal to mu into normal reaction. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡിവൈഡ് ബൈ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു mu, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരുന്നു. ജസ്റ്റ് നോക്കുക, ഇതാണ് നമ്മുടെ ബോഡി. ഇതിനകത്തേക്ക് ഒരു ഫോഴ്സ് F ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. താഴേക്ക് ഇതിന്റെ വെയിറ്റ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊരു പുള്ളിങ് ആണെന്ന് വിചാരിക്കാം. F എന്ന് പറയുന്നത് പുള്ളിങ് ആണെങ്കിൽ
ഈ രണ്ട് ഫോഴ്സിന്റെയും റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഈ റിസൾട്ടന്റിന്റെ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ നമ്മൾ എടുക്കുന്നതാണ് റിയാക്ഷൻ, റിസൾട്ടന്റിന്റെ റിയാക്ഷൻ. ഈ റിയാക്ഷനും നമ്മുടെ നോർമൽ റിയാക്ഷനും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ ചെയ്യുന്ന ഓർത്തോളൂ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് അതായത് നമ്മുടെ റിസൾട്ടന്റിന്റെ റിയാക്ഷനും നോർമൽ റിയാക്ഷനും തമ്മിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇൻക്ലൂഡഡ് ആംഗിളാണ് എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കേസിൽ തന്നെ നമുക്ക് ഒന്നും കൂടെ ഉള്ളത്, ഇപ്പോൾ ഇങ്ങനെ ഒരു ബോഡി വരുന്നുണ്ട്, ഒരു ആൽഫ ഇൻക്ലിനേഷനാണ്, ഒരു മിനിമം ഇൻക്ലിനേഷൻ, ആ ഒരു ഇൻക്ലിനേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഈ ബോഡി ഒരു ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടതിനെ അവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയും. ഓക്കെ, ഒരുപാട് കാര്യങ്ങളായി പോകുന്നുണ്ടോ? ഓക്കെ, അത് ആ ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്താൽ നല്ലതായിരിക്കും. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞു പോകുന്നതിനേക്കാൾ നല്ലതാണല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞു തരുന്നത്. ജസ്റ്റ് നോക്കി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, കുറച്ചും കൂടെ ഉണ്ട്. ദി ബെൻഡിങ് മൊമെന്റ് അറ്റ് എ പോയിന്റ് ഇൻ ദ സിംപ്ലി സപ്പോർട്ടഡ് ഓർ ഹാങ്ങിങ് ബീം where the shear force changes sign or becomes zero will be. ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഷിയർ ഫോഴ്സ് ഒന്നെങ്കിൽ സീറോ ആവുക അല്ലെങ്കിൽ ചേഞ്ചസ് സൈൻ, അപ്പം വരുന്ന ബെൻഡിങ് മൊമെന്റിന്റെ എന്തായിരിക്കുന്നതാണ്. ഓക്കെ, എല്ലാവരും തന്നെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പം ഓർത്തോളാം, ഷിയർ ഫോഴ്സ് ഒന്നെങ്കിൽ സീറോ ആവുന്ന സ്ഥലം അല്ലെങ്കിൽ അതിന്റെ സൈൻ മാറുന്ന ആ ഒരു പോയിന്റിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുക. ഓക്കെ, ദി പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലക്ചർ ഇസ് ദി പോയിന്റ് വേർ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഓക്കെ, ഷിയർ ഫോഴ്സ് ഇസ് സീറോ, ഷിയർ ഫോഴ്സ് ചേഞ്ചസ് സൈൻ, ബെൻഡിങ് മൊമെന്റ് മാക്സിമം, ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് സൈൻ. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് സൈൻ മാറുന്ന ആ ഒരു പോയിന്റാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലക്ചർ എന്ന് പറയുന്നത്. അടുത്തത്, എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാനൽ വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് W ഓവർ ദി ഹോൾ സ്പാൻ, ദി മാക്സിമം ബെൻഡിങ് മൊമെന്റ് വിൽ ബി. ഓക്കെ, മാക്സിമം ബെൻഡിങ് മൊമെന്റ്, ഈ ഒരു കേസിലെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, ഒരു UDL സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, അതിന്റെ മാക്സിമം വരുന്നത് സെൻട്രലായിരിക്കും എന്ന് ഓർക്കുക. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് WL²/8 ആയിരിക്കും. ജസ്റ്റ് നോക്കുക, സിംപ്ലി സപ്പോർട്ടഡ് ബീം ത്രൂ ഔട്ട് UDL, അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പ് ആയിരിക്കും. ഇതിന്റെ ഈ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് WL²/8. ഇനി ഇതേപോലെ തന്നെ സിംപ്ലി സപ്പോർട്ട് ബീം അതിന്റെ സെൻട്രൽ ആയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് WL/4. ഓക്കെ, ഒരു കേസും കൂടെ ഇതിന്റെ കൂടെ പറയാം. ജസ്റ്റ് ഈ ഒരു ഡിസ്റ്റൻസ് A, ഈ ഒരു ഡിസ്റ്റൻസ് B ആണെങ്കിൽ WAB/L. ഇത്രയും സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഈ ബെൻഡിങ് മൊമെന്റ് അതിന്റെ മാക്സിമം കേസിൽ നമുക്ക് ചോദിച്ചു കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? Okay, next question. Okay, for any part of the beam between two concentric load, shear force diagram is. രണ്ട് കോൺസെൻട്രിക് ലോഡിന്റെ ഇടയ്ക്ക് ഷിയർ ഫോഴ്സിന്റെ വേരിയേഷൻ എങ്ങനെയായിരിക്കും? ഓക്കെ, ഇപ്പൊ പറയാട്ടോ, ഒരു സെക്കൻഡ്, പഴയ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറയാം. ഓക്കെ, ജസ്റ്റ് നോക്കുക, നമുക്കിപ്പം ഒരു പർട്ടിക്കുലർ സെക്ഷനിലെ ഷിയർ ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, രണ്ട് കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതായത് നമ്മൾ ഒന്നെങ്കിൽ ഇടത്തെ സൈഡിലെ ഫോഴ്സുകൾ എല്ലാത്തിനെയും സം, അല്ലെങ്കിൽ നമ്മൾ വലത്തെ സൈഡിലെ ഫോഴ്സുകൾ എല്ലാത്തിനെയും സം. അതെന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് അനുസരിച്ച് മാറുന്നില്ല UDL ഇല്ലാത്ത കേസിൽ. അപ്പം ഇത്തരം ഒരു സെക്ഷന്റെ ഭാഗത്ത് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരിക. ഓക്കെ, അപ്പം നമ്മുടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. ഇനി അടുത്തത് നമ്മൾ പഴയ ക്വസ്റ്റിന്റെ ആൻസർ ചോദിച്ചു, ജസ്റ്റ് നോക്കുക. നമ്മൾ പറഞ്ഞേക്കുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഹോൾ സ്പാൻ. അപ്പം അതിന്റെ ആൻസർ ആയിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത് WL²/8, ഓപ്ഷൻ ബി. റെഡി? ഒരാൾ ചോദിച്ചായിരുന്നല്ലോ, സൈന. ഓക്കെ, നെക്സ്റ്റ് വൺ.
When a beam is subjected to a bending moment, the bending stress developed in a layer is dash the distance from the neutral axis. ബെൻഡിങ് സ്ട്രെസ്സും ന്യൂട്രൽ ആക്സിസും തമ്മിലുള്ള ന്യൂട്രൽ ആക്സിൽ നിന്ന് ഈ ഒരു ലെയറിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസും ഏത് രീതിയിലാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദ്യം. ഓക്കെ, ഓക്കെ ചോദിച്ചോ. ക്വസ്റ്റ്യനായിട്ട് തന്നെ ഇതിനകത്ത് ടൈപ്പ് ചെയ്താൽ മതി. ഏത് ക്വസ്റ്റ്യനിലാണ് ഡൗട്ട് എന്ന് പറയോ? അതെ, WL²/8 UDL വരുന്ന കേസിൽ. ഓക്കെ, എന്താ പ്രശ്നം? ഡൗട്ട് ഉണ്ടോ? സ്മോൾ W. ഓക്കെ, അതിന്റെ ഇന്റൻസിറ്റി അല്ലേ W എന്ന് പറയുന്നത്. W/മീറ്റർ എന്ന് തന്നിട്ടില്ലായിരുന്നു അല്ലേ? ഓക്കെ, അതായത് W/മീറ്റർ ആണ് ഈ ഒരു കേസിൽ വരേണ്ടത് അല്ലേ? അതാണോ സംശയം വന്നേ? അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത് വിത്ത് യൂണിഫോം ലോഡ് ഇന്റൻസിറ്റി W എന്ന് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. ഇവിടെ W/മീറ്റർ എന്ന് പറഞ്ഞത് കൊണ്ടാണോ കൺഫ്യൂഷൻ വന്നത് എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, സ്മോൾ W ആണ് ഉദ്ദേശിക്കുന്നത്, ലോഡിംഗ് ഇന്റൻസിറ്റി ആയിരുന്നു. പക്ഷെ W/മീറ്റർ എന്ന് പറഞ്ഞാൽ ഈ കൺഫ്യൂഷൻ ഉണ്ടാവില്ലായിരുന്നു. അതല്ലേ പ്രശ്നം? ഓക്കെ, അടുത്തത് നമ്മളിപ്പോ പറഞ്ഞത് ഈ ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇവിടെ കുറച്ച് പേരെ തെറ്റിച്ചിട്ടുള്ളൂ. ജസ്റ്റ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയാം. M/I is equal to F/y equal to E/R. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എഫും വൈയും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ ഓർക്കാനുള്ള കോഡൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലെ? നമ്മൾ പണ്ട് പഠിച്ചതായിരിക്കണം. M/I മേ ഐ ഫോളോ യു എലിസബത്ത് രാജ്ഞി എന്ന് ഓർത്താൽ മതി. അപ്പൊ ഇവിടെ എഫ് ആണ് സ്ട്രെസ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഇ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് വെലോസിറ്റി, പിന്നെ നമ്മൾ ആ ഒരു ബെൻഡിങ് വരുന്ന ആ ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് ആർ. അപ്പൊ ഇവിടെ നമ്മളോട് എഫും വൈയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. F is equal to M/I into y. അപ്പം എഫും വൈയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. 31ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ദി ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ഷാഫ്റ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി. ഓക്കെ, torque applied, modulus of rigidity, angle of twist, length of the shaft. Inverse relation ഉള്ള ഇതിനകത്ത് ഏതുമായിട്ടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവരും ഒന്ന് ആലോചിച്ച് കാണും. ഇതാണ് നമ്മുടെ ടോർഷൻ ഇക്വേഷൻ. T/J is equal to G∅L equal to τ/R. ഇവിടെ ഷിയർ സ്ട്രെസ്സും ബാക്കിയുള്ളതും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഷിയർ സ്ട്രെസ് ഇൻവേഴ്സ് റിലേഷൻ വരുന്ന ഇതിനകത്ത് ഏതുമായിട്ടാണ്? ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മറ്റേത് പറഞ്ഞേക്കുന്നത് ടോർക്കുമായിട്ട് ഡയറക്റ്റ് റിലേറ്റഡ് ആണ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി ആയിട്ട് ഡയറക്റ്റ് റിലേറ്റഡ് ആണ്, ആംഗിൾ ഓഫ് ട്വിസ്റ്റുമായിട്ടും ഡയറക്റ്റ് റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, length of the shaft. Next one, the neutral axis of the cross section of a beam is that axis at which the bending stress is. Option A 0, option B maximum, option C minimum, option D infinite. Okay, ന്യൂട്രൽ ആക്സിലെ എന്താണ്? ബെൻഡിങ് സ്ട്രെസ് ആണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ന്യൂട്രൽ ആക്സിന് പുറത്തേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ y. അപ്പൊ ന്യൂട്രൽ ആക്സിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ്. ന്യൂട്രൽ ആക്സിൽ അങ്ങനെയാണെങ്കിൽ ന്യൂട്രൽ ആക്സിലെ y-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് അവിടെ അനുഭവപ്പെടുന്ന ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 0. ഓക്കെ, ഇനി തെറ്റിക്കരുത്. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്.
സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നിന്ന്. പിന്നെ നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ഒരു 5 ക്വസ്റ്റ്യൻ കൂടെ നമുക്കിന്ന് പറയാം. സെക്ഷൻ മോഡുലസ് ഓഫ് എ സർക്കുലർ സെക്ഷൻസ് എബൌട്ട് ആൻ ആക്സിസ് ത്രൂ ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈസ്. ഒരു സർക്കുലർ സെക്ഷന്റെ എന്താണ് സെക്ഷൻ മോഡുലസ് ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ മോഡുലസ് എന്താണെന്ന് അറിയണം, അതിന്റെ ഇക്വേഷൻ അറിയണം. അതിനുശേഷം നമുക്ക് എന്തും കൂടെ വേണം, I/Y ആണ് സെക്ഷൻ മോഡുലസ്, ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ കുറച്ചുപേര് തെറ്റിച്ച് എന്നാന്ന് വെച്ചാൽ അവർ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് എടുത്തത്. അതിന് പകരം നമ്മൾ എന്താ എടുക്കേണ്ടത്, പൈ d⁴ ഡിവൈഡഡ് ബൈ 64 ഡിവൈഡഡ് ബൈ d/2 I/Y എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒന്നെങ്കിൽ Ixx അല്ലെങ്കിൽ Iyy ആണ് ഉപയോഗിക്കേണ്ടതെന്ന് ഓർക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരിക പൈ d⁴ ഡിവൈഡഡ് ബൈ 64 ഇൻറ്റു 2/d. അപ്പോൾ ഇതിൽ നിന്ന് ഒരു d ക്യാൻസൽ ആവും, ക്യൂബ് വരും ഇവിടെ 32. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, സർക്കുലർ സെക്ഷൻ്റെ. നെക്സ്റ്റ് വൺ, when the cantilever is loaded at its free end, maximum tensile stress shall develop at bottom fiber, top fiber, neutral axis, center of gravity. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം, ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക, നമ്മളൊരു കാൻറ്റിലിവർ ബീമാണ്. കാൻറ്റിലിവർ ബീമിനകത്ത് ലോഡ് കൊടുക്കുമ്പോഴത്തേക്കും അത് ബെൻഡ് ആവുന്നത് ഈ രീതിയിലല്ലേ. ഓക്കെ, ഇപ്പം നോർമലി നമ്മളൊരു സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ കേസാണ് പറയുന്നത്. അതിനകത്ത് ലോഡ് ആക്ട് ചെയ്യുവാണെങ്കിൽ അത് ഈ രീതിയിലാണ് ബെൻഡ് ചെയ്യുക. അപ്പം നമ്മൾ അതിൻ്റെ മെയിൻ ബാറൊക്കെ കൊടുക്കുന്നത് താഴെയാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഇവിടെയാണ് നമ്മൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ്. പക്ഷേ ഒരു കാൻറ്റിലിവറിന്റെ കേസിൽ ബെൻഡിങ് ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ടെൻഷൻ സോൺ എന്ന് പറയുന്നത് ടോപ്പാണ്. അവിടെയാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, മെയിൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത്. ഓർക്കാലോ അല്ലേ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ടോപ്പ് ഫൈബർ. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 33ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം, ജസ്റ്റ് നോക്കുക. നമ്മളോട് ഇപ്പം ബെൻഡിങ് സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. M/I = F/Y. ഓക്കെ, ഒരു സെക്ഷൻ്റെ ഇതെല്ലാം കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് പറയാൻ പറ്റും F is proportional to Y. അതായത് ഈ Y എന്ന് പറയുന്നത് ഓർത്തോളാം, നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷന്റെ ന്യൂട്രൽ ആക്സിസ് നമ്മൾ ഏത് ഫൈബറിലേക്കാണോ എടുത്തിരിക്കുന്നത് ആ ഒരു ലെങ്ത് ആണ് നമ്മളിവിടെ Y എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ബെൻഡിങ് സ്ട്രെസിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ ഈ രീതിയിലായിരിക്കും വരിക, 0ൽ നിന്ന് കൂടി മാക്സിമം എത്തുന്നു. അപ്പം ഈ ന്യൂട്രൽ ആക്സിലുള്ള ബെൻഡിങ് സ്ട്രെസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് വൈൻ്റെ വാല്യൂ എത്രയാണ്, 0. വൈൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് M/I ഇൻറ്റു Y എന്ന് പറയുന്നത് എത്രയായി പോയി, =0. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കണം ന്യൂട്രൽ ആക്സിസിൽ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി അതേസമയം എക്സ്ട്രീം ഫൈബേഴ്സിലാണെങ്കിൽ മാക്സിമം ആയിരിക്കും എന്ന് കൂടെ നോക്കുക. റെഡിയല്ലേ? സ്നേഹമാണെന്ന് തോന്നുന്നു ചോദിച്ചാൽ. Okay, next one, building construction ആണ്. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് 10 cm thick brick wall, the bond preferred is, ഇംഗ്ലീഷ് ബോണ്ട് ഉണ്ട്, ഫ്ലെമിഷ് ബോണ്ട് ഉണ്ട്, ഹെഡർ ബോണ്ട്, സ്ട്രക്ചർ ബോണ്ട്. ഓക്കെ, ആൻസർ ചെയ്താണ്ട് എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് തെറ്റിച്ചല്ലോ. അപ്പം ബെസ്റ്റ് പറയാം, സ്ട്രക്ചർ ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ രീതിയിലാണ്, അതായത് ഫേസിങ് സൈഡിൽ വരുന്നത് സ്ട്രക്ചർ ആണ് അല്ലേ. അപ്പം ഇതാണ് നമ്മൾ 10 cm തിക്ക് അല്ലെങ്കിൽ പാർട്ടീഷൻ വാളിലൊക്കെ ഉപയോഗിക്കുന്നത് സ്ട്രക്ചർ ബോണ്ടാണ്. ഹെഡർ ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്, ഫേസ് ഓഫ് ദ വാളിന് ഈ രീതിയിലായിരിക്കും നമ്മൾ ബ്രിക്ക് വെക്കുന്നത്. അപ്പോൾ അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 20 cm ആയിരിക്കും, ഇവിടെ 10 cm. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറയാം. അതായത് ഒരു ബ്രിക്കിന്റെ ഒരു ലെയറിൽ ത്രൂ ഔട്ട് സ്ട്രക്ചറും അടുത്ത ലെയറിൽ ഹെഡറും വെക്കുകയാണെങ്കിൽ, അതായത് ഒരു സ്ട്രക്ചർ കോഴ്സിന് ശേഷം ഒരു ഹെഡർ കോഴ്സ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഒരു ലെയറിൽ തന്നെ നമ്മൾ
ഹെഡറും സ്ട്രെച്ചറും ഇൻ ഈച്ച് ലെയർ, ഒരു ലെയർ തന്നെ ഹെഡറും സ്ട്രെച്ചറും ആൾട്ടർനേറ്റീവ് ആയിട്ട് വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലെമിഷ് ബോട്ട് എന്ന് പറയുന്നത്. അത് നോക്കാലോ അല്ലേ. നെക്സ്റ്റ് വൺ, ദി വിൻഡോ വിച്ച് പ്രൊജക്ട് ഔട്ട്വേർഡ് ഫ്രം ദി വാൾ ഓഫ് ദി റൂം ടു പ്രൊവൈഡ് ഇൻക്രീസ് ഏരിയ ഫോർ ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അതുകൊണ്ട് ഓക്കെ, പോളിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോയത്, മറന്നു. ശരിയാക്കണം, തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് നോക്കിയാൽ മതി. അതായത് ഇപ്പോൾ ഇതാണ് ഒരു വാളിൻ്റെ പ്ലാനിങ്ങിൽ ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഇത്തരം വിൻഡോനെയാണ് നമ്മൾ, പ്ലാൻ ആണെന്ന് ഓർക്കുക, നമ്മൾ മേലെ നിന്നാണ് നോക്കുന്നത്, ഇതിനെയാണ് നമ്മൾ ബേ വിൻഡോ എന്ന് പറയുന്നത്. പിന്നെ ചില സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് കേസ്മെന്റ് വിൻഡോ, പിന്നെ ഒരു റൂമിൻ്റെ ഒക്കെ കോർണറിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ കോർണർ വിൻഡോ. ഇനി ചോദിക്കുന്നതാണ് ഡോർമർ വിൻഡോ. ഡോർമർ വിൻഡോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു സ്ലോപ്പിംഗ് റൂഫ് ആണെങ്കിൽ അതിനകത്ത് ഈ ഒരു രീതിയിൽ വരെ അത്ര ശരിയായിട്ടില്ല, അതായത് ഒരു വെർട്ടിക്കൽ വിൻഡോ പിന്നെ സ്ലോപ്പിംഗ് റൂഫ്, അതിനെയാണ് നമ്മൾ ഡോർമർ വിൻഡോ എന്ന് പറയുന്നത്. അതും മറന്നു പോകരുത് കേട്ടോ. നെക്സ്റ്റ് വൺ, ദി ടോപ്പ് ഓഫ് ഹൊറിസോണ്ടൽ പോർഷൻ ഓഫ് എ ഡോർ ഓർ വിൻഡോ ഫ്രെയിം. ഡോർ ആൻഡ് വിൻഡോ ഫ്രെയിമിന്റെ ടോപ്പ് പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, ഹെഡാണ്. റെഡി. അതിന്റെ ബോട്ടം പോർഷനെയാണ് നമ്മൾ സിൽ എന്ന് പറയുന്നത്. പിന്നെ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമ്മൾ ഈ ഒരു ബ്രിക്കിലേക്കൊക്കെ ഇതാക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഫിക്സിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ഈ ഷേപ്പിലുള്ള ഒരു ക്ലാമ്പ് വെക്കുന്നത്, അതിനാണ് ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. ടോപ്പ് റെയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഷട്ടറിന്റെ ടോപ്പിലെ ആ ഒരു മെമ്പറിനെയാണ് നമ്മൾ ടോപ്പ് റെയിൽ എന്ന് പറയുന്നത്. ഷട്ടറും ഫ്രെയിമും നമ്മൾ പ്രത്യേകം പഠിക്കണം. ഇതിനകത്ത് ഷട്ടറിന്റെ ടോപ്പ് പോർഷനാണ് നമ്മൾ ടോപ്പ് റെയിൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓർത്തുള്ള ഇറ്റ് ഈസ് ഹെഡ്. ഓക്കെ, ഈ രീതിയിൽ നിൽക്കുന്ന ആ ഒരു മെമ്പറിനെയാണ് നമ്മൾ ഹെഡ് എന്ന് പറയുന്നത്. ഇത് ഹോണ്, മൊത്തത്തിലുള്ള മെമ്പറിനെ നമ്മൾ ഹെഡ് എന്ന് പറയുന്നത്. ഈ ഹെഡിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തിന് ഹോണ്, ഇത് പോസ്റ്റ്, വെർട്ടിക്കൽ മെമ്പർ ഓഫ് ദി ഫ്രെയിം പോസ്റ്റ്, ബോട്ടത്തിലുള്ള ഇതിനെ നമ്മൾ സിൽ എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ, ദി വെർട്ടിക്കൽ വാൾ ഫേസ് ഓഫ് ആൻ ഓപ്പണിംഗ് വിച്ച് സപ്പോർട്ട്സ് ദി ഡോർ ഓർ വിൻഡോ ഫ്രെയിം. വെർട്ടിക്കൽ വാൾ ഫേസ് ഓഫ് ദി ഓപ്പണിംഗ് വിച്ച് സപ്പോർട്ട് ദി ഡോർ ഓർ വിൻഡോ ഫ്രെയിം എന്താണ്? ഓക്കെ, പോളിംഗ് വേണം അല്ലേ. ജാമ്പ് ഉണ്ട്, റിവീൽ ഉണ്ട്, റിബേറ്റ് ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് വെർട്ടിക്കൽ വാൾ ഫേസ് അല്ലേ, അതായത് നമ്മൾ ഈ ഡോർ ആൻഡ് വിൻഡോ ഫ്രെയിം ഫിക്സ് ചെയ്യുന്ന ആ ഒരു വെർട്ടിക്കൽ ഫേസിനെ പറയുന്ന പേര് ജാമ്പാണ്. ഇനി റിവീൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫ്രെയിം വെച്ചതിന് ശേഷം കുറച്ച് ഭാഗം നമുക്ക് എക്സ്പോസ്ഡ് ഫേസ് കാണാൻ പറ്റില്ല, ആ ഭിത്തിയുടെ കുറച്ച് ഭാഗം എക്സ്പോസ് ചെയ്തിരിക്കും, അതിനെയാണ് നമ്മൾ റിവീൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൺഫ്യൂസ് ആയി പോകരുത്. എക്സ്പോസ്ഡ് ഫേസ് ഓഫ് ദി വെർട്ടിക്കൽ പോർഷൻ എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ റിവീൽ ഓർക്കാൻ പാടുള്ളൂ. ജാമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് വെർട്ടിക്കൽ ഫേസ് ടോട്ടലി നമ്മൾ പറയുന്നതാണ് നമ്മൾ ജാമ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത റിബേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഫ്രെയിമിനകത്ത് നമ്മളൊരു ചെറിയൊരു കട്ടിങ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഷട്ടർ വന്നിട്ട് അതിനകത്ത് കയറിയിരിക്കാൻ പാകത്തിന് നമ്മൾ ഫ്രെയിമിൽ കൊടുക്കുന്ന ഒരു ചെറിയൊരു കട്ടിങ്, അതിനെയാണ് നമ്മൾ റിബേറ്റ് എന്ന് പറയുന്നത്. സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഷട്ടറിലുള്ള ആ ഒരു വെർട്ടിക്കൽ മെമ്പറിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഷട്ടറിലുള്ള വെർട്ടിക്കൽ മെമ്പർ. റിപ്പീറ്റ് ചെയ്യണോ? ഉണ്ടല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ദി ട്രയാങ്കുലർ അപ്പർ പോർഷൻ ഓഫ് ദി വാൾ ഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി പിച്ച്ഡ് റൂഫ്. പിച്ച്ഡ് റൂഫിന്റെ എൻഡിൽ വരുന്ന ട്രയാങ്കുലർ പോർഷൻ ഓഫ് ദി വാൾ, അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതും കൂടെ പറയാം. നമ്മുടെ ഇപ്പം ഒരു പിച്ച്ഡ് റൂഫ്. ഓക്കെ, ഈ കാണുന്ന ഈ ഒരു ട്രയാങ്കിൾ പോർഷനാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരുന്നത്. പിച്ച് റൂഫിന്റെ ഈ ഒരു ട്രയാങ്കിൾ പോർഷൻ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗേബിൾ എന്നാണ്. ഇനിയിപ്പം ഒരു സ്ലോപ്പിംഗ് റൂഫ്,
അത് ഹിപ്പ് റൂഫ്. ഓക്കെ, 4 സൈഡിലേക്കും ഇതിങ്ങനെ സ്ലോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ 2 സ്ലോപ്പിംഗ് സൈഡ് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ ഹിപ്പ് എന്ന് പറയുന്നത്. അതേസമയം നമ്മളിപ്പോൾ ഇവിടെ ഹൊറിസോണ്ടലായിട്ട് നമ്മുടെ റൂഫിംഗ് ഉണ്ടാക്കുന്ന ഈ ഒരു ഇൻക്ലിനേഷൻ ഇല്ലേ, അതായത് നമ്മുടെ റൂഫിങ്ങും ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. പിച്ച് എന്താണ്, ഹിപ്പ് എന്താണെന്ന് ഓർക്കുക. 2 സ്ലോപ്പിംഗ് സർഫേസ് തമ്മിലുണ്ടാകുന്ന ആ ഒരു ആംഗിളിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ജംഗ്ഷനാണ് നമ്മൾ ഹിപ്പ് എന്ന് പറയുന്നത്. ഒരു റൂഫും അത് ഹൊറിസോണ്ടലുമായിട്ട് എത്രയാണ് ഇൻക്ലിനേഷൻ വരുന്നത് അതിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് ഈവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വാളിലേക്ക്, അതായത് നമ്മുടെ റൂഫിംഗ് മെറ്റീരിയൽ ഇതാണ് നമ്മുടെ ഭിത്തിയിലേക്ക് വന്നിട്ട് ഒന്നെങ്കിൽ ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഈവ്സ് എന്ന് പറയുന്നത്. അപ്പം റൂഫിൻ്റെ കുറേ കാര്യങ്ങളും ടേംസ് ഒക്കെ നമുക്ക് പറയാറുണ്ട്, അതും കൺഫ്യൂഷൻ ആക്കരുത്. അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്താൽ സിമ്പിളായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ബുക്കൊക്കെ എടുത്ത് നല്ല വൃത്തിക്ക് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ് വരിക. നല്ല രീതിയിൽ കൺഫ്യൂഷൻ ആവാണ്ട രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതി. നമ്മൾ കുറച്ച് ഒരു സ്റ്റാർട്ടിങ് ട്രബിളോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു മിസ്സിങ് വരുന്നവർക്ക് ഒരു ചെറിയ ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തതാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ. ഓക്കെ, ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഗേബിൾ മനസ്സിലായില്ലല്ലോ. ഗേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഭിത്തിൻ്റെ അതായത് ജസ്റ്റ് നോക്കുക, നമ്മളിപ്പോൾ ഒരു പഴയ മില്ലൊക്കെ കാണുവാണെങ്കിലേ അതിൻ്റെ ഈ രീതിയിലായിരിക്കും അതിൻ്റെ റൂഫിങ്. അതായത് ജസ്റ്റ് നമുക്ക് ഒരു സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഒരു ട്രയാങ്കിൾ പോർഷൻ കാണാല്ലേ, ഇങ്ങനെ ഈ എക്സ്പോസ്ഡ് ഈ ഒരു ട്രയാങ്കിൾ പോർഷൻ ഓഫ് ദി വാൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗേബിൾ റൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ഇതൊക്കെ നമ്മൾ ഇവിടെ അതായിരുന്നു ക്വസ്റ്റ്യൻ. ട്രയാങ്കുലർ അപ്പർ പോർഷൻ ഓഫ് ദി വാൾ ഫോംഡ് അറ്റ് ദി എൻഡ് പോർഷൻ ഓഫ് ദി പിച്ച് റൂഫ്. പിച്ച് റൂഫിന്റെ എന്താണ് ട്രയാങ്കുലർ അപ്പർ പോർഷൻ ഓഫ് ദി വാൾ. മനസ്സിലായില്ലല്ലോ. ബാറ്റണും റാഫ്റ്ററും ഒക്കെ നമുക്ക് റൂഫിംഗ് മെറ്റീരിയലിന്റെ കവറിംഗ് പോർഷനിലല്ലേ വരുന്നത്. ഓക്കെ, പെർലിംഗ് കഴിഞ്ഞ പ്രിൻസിപ്പൽ റാഫ്റ്റർ, കോമൺ റാഫ്റ്റർ, പിന്നെ ബാറ്റൺ രീതിയിൽ നമുക്ക് റൂഫിംഗ് മെറ്റീരിയൽ താഴേക്ക് ആ ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് കൊടുക്കുന്ന മെമ്പേഴ്സിനെയാണ് നമ്മൾ റാഫ്റ്ററും ബാറ്റൺ എന്നൊക്കെ പറയുന്നത്. ഓക്കെ 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 ഹിപ്പ് ടിക്ക് ചെയ്തതൊന്നും പ്രശ്നമായില്ലേ, പറയണ്ടേ? ജസ്റ്റ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിയാണ്ട് ടിക്കറ്റ് പോയതാ. ഇവിടെ ആൻസർ ചെയ്യായിരുന്നു കേട്ടോ. എല്ലാ ടിക്കിനും മുദ്ര ശ്രദ്ധിച്ചാൽ പണി പാടും അല്ലേ. ഓക്കെ, അപ്പം നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് എത്ര ദിവസമുണ്ട്? നമുക്ക് 24-ാം തീയതിയാണ് എക്സാം. 14 ദിവസം ഇനിയുണ്ട്. നമുക്ക് 6 പോസ്റ്റിലേക്കാണ് എക്സാം നടക്കുന്നത്. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, ട്രേസർ, ഡ്രാഫ്റ്റ്മാൻ, ഗ്രേഡ് 2, ഹൈഡ്രോളജി ഡിപ്പാർട്ട്മെന്റ്, അഗ്രോ മെഷീനറി ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ടൗൺ പ്ലാനിങ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ്, പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ് ഡെവലപ്മെന്റ്, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സാംസ് ആണ് നടക്കുന്നത്. അപ്പം അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത് കൊണ്ടാണ് അവർ പ്രത്യേകമായിട്ടൊരു സിലബസ് ഒന്നും പറയാത്തത്. അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരു ഡിപ്ലോമ ലെവലിലെ ക്വസ്റ്റ്യൻസിന് പ്രിപ്പയർ ആവുക. ഓക്കെ, പുതിയതായിട്ട് ഇതാകുന്ന ഒരു ടെൻഷനൊന്നും ആവണ്ട. ഇപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു ടെൻഷൻ പറഞ്ഞു, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ആദ്യമായിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ടെൻഷനാണെന്നൊക്കെ. ഒന്നും വേണ്ട, നമുക്ക് ഒരു മിനിമം ഐഡിയ വരുന്നത് കൊണ്ടാണ് നമുക്ക് ആ ടെൻഷൻ വരുന്നതെന്ന് ഓർക്കുക. അപ്പം ടെൻഷൻ ആവാണ്ട് ആ ഒരു ഐഡിയ നമുക്ക് ഒരു 40 മാർക്ക് എന്നുള്ളത് 60 ആക്കാൻ നോക്കുക, 60 എന്നുള്ളത് 80 ആക്കാൻ നോക്കുക. നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്താൽ ഈ 60 എന്നുള്ളത് 80 ആവും, 80 എന്നുള്ളത് 100 ആവും. അപ്പം കോൺഫിഡൻസോടെ പിന്നെയും പ്രിപ്പയർ ചെയ്യുക, ടെൻഷനൊന്നും ആവണ്ട. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മാർക്ക് എന്തായാലും കിട്ടും. പിന്നെ ഇതൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് കാണുക. ഇനിയാണെങ്കിലും കുറേ എക്സാംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, എക്സാംസ് ഇനി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് കാണുക നല്ല രീതിയിൽ. ഓക്കെ, ഇത് ഒരുപാട് അതായത് ഇത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് കൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു സിലബസ് പറയാത്തത്. എന്നാലും ഒരു ഡിപ്ലോമ ലെവൽ എക്സാമിന് സർവേ, ഡ്രോയിങ്, പിന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് വരും, പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് മെറ്റീരിയൽ, ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് കാണുന്നത്. പിന്നെ ബാക്കിയുള്ളതിൽ നിന്നും വരും, പക്ഷെ ഇത് നമുക്ക് ഇതാക്കിയാൽ ഏതാണ്ട് ഒരു 50% മാർക്ക് വരും. RCC ഡിസൈനൊന്നും അത്ര ഇതാകുന്നു, എന്നാലും അതിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് നോക്കണം. നമുക്കിപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇതെല്ലാം കൂടെ തീർക്കാൻ പോയാൽ ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പം സ്മാർട്ട് വർക്കാണ് നല്ലത്. പരമാവധി നമുക്ക് അറിയാവുന്നതൊന്ന് സ്ട്രോങ് ആക്കുക, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പായതിനു ശേഷം നമ്മൾ
ബാക്കിയുള്ളതിലേക്ക് ഇതാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരുപാട് ടെക്സ്റ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് സ്പീഡിൽ തീർക്കാനൊന്നും പറ്റത്തില്ല. അപ്പം മാക്സിമം എന്താണ് സ്മാർട്ടായിട്ട് നമ്മൾ മാക്സിമം പ്രിഫറൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഐഡിയ ഉള്ളത് ഒന്ന് സ്ട്രോങ് ആക്കുക. അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും തെറ്റില്ല എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റ് നമ്മൾ പ്രിപ്പയർ ആവുക. ഓക്കെ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ലൈവ് സെക്ഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇതിപ്പം നമ്മുടെ തന്നെ ഈ ബാച്ചിലെ സ്റ്റുഡൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നടത്തിയൊരു സെക്ഷനാണ്. നമ്മൾ കുറച്ച് എന്താണ് കോഴ്സസ്, റണ്ണിങ് കോഴ്സസ് പറയാം. സിവിലിൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിലിൻ്റെ ഒരു കോഴ്സ് റണ്ണിങ് ആണ്. അതുപോലെ തന്നെ നമുക്ക് KW ഓവർസിയർ ഇനി തൊട്ട് ലൈവ് സെക്ഷൻസും കൂടുതൽ സെക്ഷൻസ് എല്ലാം റെക്കോർഡറിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഉള്ളത് സിവിലിൻ്റെ ഓവർസിയർ ഇനി തൊട്ട് മുതൽ ലൈവ് സെക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് കോഴ്സും കൂടെ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്തൊക്കെ ജോയിൻ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക. പിന്നെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾ പരമാവധി ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെയാണ് റെഫർ ചെയ്യേണ്ടത്. അതിൻ്റെ തന്നെ ടെക്സ്റ്റ് തന്നെ നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് തന്നെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് പല ബുക്കിലും പല ക്വസ്റ്റ്യൻസ് ആൻസർ ഒക്കെയാണ് വരുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഒരു ടെക്സ്റ്റ് ഫോളോ ചെയ്താൽ നമുക്ക് അത് തന്നെയായിരിക്കും കറക്റ്റ്. പിന്നെ ഇങ്ങനെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാ ടെക്സ്റ്റും എത്തിക്കുക അല്ലെങ്കിൽ ഒപ്പിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എന്താണ് നമുക്ക് അധികം റേറ്റ് ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് നമ്മൾ കോഴ്സസ് എല്ലാം ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു മിനിമം ഒരു ചെറിയ സപ്പോർട്ടിംഗ് ആയിട്ട് തന്നെ കോഴ്സസും കാണാം. ഇപ്പം നമ്മൾ 4 മാസത്തോളമായി ഏതാണ്ട് 8 സെക്ഷൻസ് ആണ് ഈ സിവിലിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുണ്ട് ഒരു 8 സെക്ഷൻസോളം ഇനിയും വരും. അപ്പോൾ അതിനകത്ത് സ്റ്റുഡൻസ് ആണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത് അല്ലേ? അതിനകത്തുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അവർക്ക് എന്തായാലും ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. കാരണം ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വന്നാലും നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ് അവരിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, കൂടുതൽ മാർക്കിലേക്ക് സ്കോർ ചെയ്യാൻ തന്നെ എത്തിക്കുക. ടെൻഷനൊന്നും ആവരുത്, നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇന്നത്തെ PPT അയച്ചു തരില്ല എന്ന് ഗ്രൂപ്പിൽ വന്നില്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.